ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ചിക്കൻ്റെ പ്രിപ്പറേഷനാണ്. പക്ഷേ നമ്മുടെ തനി നാടൻ രീതിയിലുള്ളതല്ല. ഒരു ജീരകം മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഒരു തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന നല്ലൊരു കുറുകിയൊരു ചിക്കൻ പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ടീസ്പൂൺ നമുക്ക് തൽക്കാലം ഇട്ട് കൊടുക്കാവേ. പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് പുരട്ടി വെക്കേണ്ടതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പുരട്ടാം. ആദ്യം പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു നാരങ്ങയുടെ 1/3 ഭാഗം മതി കേട്ടോ. ഇത് നല്ല ജ്യൂസുള്ള നാരങ്ങയായിരുന്നു. അപ്പോൾ ഒരു 1/3 നാരങ്ങ എടുത്തിട്ട് കുരു വീഴാതെ അതും കൂടി അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഈ പൊടികളും എല്ലാം ആ പീസസിലോട്ടൊന്ന് പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേറെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം, കരിഞ്ഞു പോവാതെ. അതിലേക്ക് അപ്പോൾ ഒരു 2 ഗ്രാമ്പൂവും, ഒരു 3-4 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും, ഒരു 4-5 വറ്റൽമുളക്, കാശ്മീരി ചില്ലി അല്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 1.5 ടീസ്പൂൺ ജീരകം, അത് ചെറിയ ജീരകമാണ്, പെരുജീരകമല്ല കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്, മുഴുവൻ മല്ലി. എന്നിട്ട് അത് കരിഞ്ഞു പോവാതെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇത് മാറ്റി കഴിഞ്ഞിട്ട് ആ കടായിലോട്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഒന്നീ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ. പക്ഷേ ഇതിന് കോക്കനട്ട് ഓയിൽ വേണമെന്നില്ല, കാരണം നമ്മുടെ ഒരു കേരള ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയല്ല ഇത്. ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന തരം ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇച്ചിരി മുമ്പിൽ നിൽക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ, പൊറോട്ടയുടെ കൂടെ, ഇടിയപ്പം അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നല്ലതാണ്. അപ്പം നമുക്ക് സൺഫ്ലവർ ഓയിലായാലും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ചിക്കൻ പീസസൊക്കെ വറുത്ത് ഒരുമാതിരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഒരു പകുതി ഭാഗത്തിൽ കൂടുതൽ അത് കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് നേരം വിട്ട് അത് പാകമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വിട്ട് അങ്ങ് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിൽ നല്ല ഒരു ചിക്കൻ ഉലർത്തിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ആഴ്ച ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ആ വറുത്തെടുത്ത ആ ഒരു ബാക്കി വരുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിലേക്ക് നമുക്ക് വീണ്ടും ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കടുക് ഇടുന്നില്ലേ. ഇനി അതിലേക്ക് വേണ്ടത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചിയും, ഒരു 10 കഷ്ണം വെളുത്തുള്ളിയുമാണ്. ഒരു ഇച്ചിരി നല്ല വലിയ വലിപ്പമുള്ള വെളുത്തുള്ളിയും, ഒരു 5-6 തണ്ട് കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക. നമ്മൾ കടുക് താളിക്കുന്നതിന് പകരം ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് തക്കാളിയാണ് ഇടേണ്ടത്. ഒരു 1.5 തക്കാളിയാണ് കൊച്ചായിട്ട് മുറിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ടത്. തക്കാളിയാണ് ഇടേണ്ടത്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയില്ലെങ്കിൽ അത് ഷൈനി സേവിയേഴ്സ് യൂട്യൂബ് ചാനൽ ആവത്തില്ലല്ലോ അല്ലേ. എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഒരു കാര്യം മറക്കും. ഇപ്പം ഞാൻ ചെയ്തത് നമ്മുടെ ആ ജീരകമൊക്കെ പൊട്ടിയ വെളുത്തുള്ളിയൊക്കെ ഇട്ടല്ലോ, അതൊക്കെ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക്, അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്ക് അതിനകത്തോട്ട് തക്കാളി കുഞ്ഞായിട്ട് മുറിച്ചതിട്ട് ഒന്ന് വഴറ്റുക. അതൊരു പകുതി വഴറ്റി കഴിയുമ്പോഴേക്ക് അതിനകത്ത് നമ്മൾ അരച്ച് വെച്ച ആ ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ആ മൂപ്പിച്ചെടുത്ത മസാലകളുണ്ടല്ലോ, അതെല്ലാം കൂടെ അരച്ചത് അതിൻ്റെ അകത്തോട്ട് ചേർത്ത് വഴറ്റുക. അത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ അതെല്ലാം വഴറ്റി കഴിഞ്ഞു. അപ്പം നമുക്കിനി ചിക്കനും കൂടി ഇടാനുള്ളതല്ലേ. അപ്പോൾ അത് നമുക്ക് വേറെ വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് ആക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം കൂടെ അതിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഇതെല്ലാം കൂടെ ആദ്യം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ആ അരപ്പ് വഴറ്റിയ ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രം മാത്രം കഴുകിയ വെള്ളം മതി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചുകൂടെ ഗ്രേവി ആയിട്ടാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ പക്ഷേ ഇത് ഇടിയപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ടാണ് എടുത്തത്, നല്ല കുറുകിയ ചാറോടുകൂടി. അതുകൊണ്ടാണ് ആ അരപ്പ് വഴറ്റിയ പാത്രം കഴുകിയ വെള്ളം മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ചേർക്കുന്നത് ഞാൻ ഇടയ്ക്ക് കാണിച്ചല്ലോ, ഒരു 15-20 സ്പ്ലിറ്റഡ് കാഷ്യൂ. അത്
കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെള്ളത്തിലിട്ടിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് അതാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി കാഷ്യൂനട്ട്സ് ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എന്തായാലും വരും. ചാറൊക്കെ ഇച്ചിരി ഒന്ന് കുറുകി കിട്ടും. പക്ഷേ നിർബന്ധമുള്ള കാര്യമല്ല. പിന്നെ മല്ലിയില നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കറിക്കകത്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല, കാരണം ഇവിടെ വലിയ താല്പര്യമില്ല മല്ലിയില. അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പം കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചും കൂടെ ഉപ്പിടുകയാണേ. പിന്നെ ഇത് ഒരു ചെന്നൈ ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ കറി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് മല്ലിയിലയാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്. കറിവേപ്പിലയെക്കാട്ടി മുന്നിൽ നിൽക്കേണ്ടത് മല്ലിയിലയുടെ ടേസ്റ്റാണ്. ഇവിടെ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ഇടാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാമേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേരെ പറയാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ട് കാണുന്നവർ ചിലർ മറന്നു പോകുന്നവരുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സെർവ് ചെയ്യുന്ന ഗ്രേവി കണ്ടല്ലോ, എന്ത് കുറുകിയ ഗ്രേവിയാണെന്ന് നോക്കിയേ. അപ്പോൾ നല്ല ഒന്നാന്തരം ടേസ്റ്റുമാണ് കേട്ടോ. ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ 3ാമത്തെ ഗ്രേവിയുടെ റെസിപ്പി ഞാൻ ഇടുവാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടത് മീൻകറിയുടെ ആയിരുന്നു. നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് മീൻകറി ഉണ്ടാക്കാൻ. അതുപോലെ വേറൊരു അരപ്പ് കാണിച്ചത് ചിക്കനും ബീഫും മുട്ടയും ഒക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്നതിൻ്റെ ഗ്രേവി എങ്ങനെയാണ് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതെന്നും. അതുപോലെ തന്നെ ഇപ്രാവശ്യം ചെയ്യുന്നത് മുട്ട റോസ്റ്റിൻ്റെയാണ് കേട്ടോ. മുട്ട റോസ്റ്റിൻ്റെ ഗ്രേവി എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നതെന്ന്. നമ്മൾ പ്രിപ്പയർ ചെയ്ത ചിക്കൻ കഴിക്കാനുള്ള ടേസ്റ്റ് പോലെ തന്നെ കാണാനും മല്ലിയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക് യു.